ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല നല്ല ടിപ്സുകളുമായിട്ടാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുമാത്രമല്ല, എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം. ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇതേപോലെ ചന്ദനത്തിരി കത്തിക്കുമ്പോഴത്തേനും നമുക്ക് അതിന് പ്രത്യേകിച്ചൊരു സ്റ്റാൻഡിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതേപോലൊരു ക്ലിപ്പുണ്ടെങ്കിൽ നമുക്കിതേപോലെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ എവിടെ വേണേലും നമുക്ക് ചന്ദനത്തിരി കുത്തുന്ന ഇതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഈ ക്ലിപ്പിനകത്ത് വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എവിടെ വേണേലും നമുക്ക് മാറ്റിയും ഉണ്ടോ എല്ലായിടത്തും വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ നമുക്ക് എവിടെ വേണേലും വെച്ച് കൊടുക്കാം. കണ്ടോ, നല്ല രീതിയിൽ കത്തിക്കാനും പറ്റും. അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന കുപ്പി ഉണ്ടല്ലോ, അപ്പോൾ വെള്ളമൊക്കെ കൊണ്ടുപോകുന്ന കുപ്പിയിൽ കുറച്ച് ദിവസം വെള്ളമൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേനും അതൊരു ഇഴുക്കൽ കാണും. അപ്പോൾ അതിനകത്ത് നമ്മൾ കുറച്ച് വിനാഗിരിയും ചൂടുവെള്ളവും കൂടെ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനകത്തുള്ള ആ ഒരു സ്മെല്ലെല്ലാം മാറിക്കിട്ടും. അത് മാത്രമല്ല, അതിനകത്തുള്ള ഒരു ഇഴുക്കലുണ്ടല്ലോ അതെല്ലാം മാറിയിട്ട് കുപ്പി എപ്പോഴും നല്ല മണമായിരിക്കും, നല്ല ഫ്രഷായിട്ടിരിക്കും. ഇതേപോലെ നല്ലോണം ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുത്താൽ മതി. ചൂടുവെള്ളവും കുറച്ച് വിനാഗിരിയും മാത്രം മതി. ഇപ്പം നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. നമ്മൾ ഇതേപോലെ കുപ്പിയിൽ, ചെറിയ ഭരണിയാണേലും കുപ്പിയിലൊക്കെ നമ്മൾ ഇതേപോലെ ഉപ്പ് പൊടിയിട്ട് വയ്ക്കുമ്പോഴത്തേനും അത് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും അലിഞ്ഞ കണക്ക് അങ്ങാവും. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കണമെങ്കിൽ ഇതേപോലെ നല്ലൊരു ചിരട്ട കഷ്ണം, നല്ല വൃത്തിയാക്കിയ ഒരു ചെറിയൊരു ചിരട്ട കഷ്ണം ഉപ്പ് പൊടിക്കകത്തിട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ഈർപ്പം അതൊക്കെ പിടിച്ചെടുത്തോളും. അപ്പോൾ പ്രത്യേകിച്ച് ഉപ്പ് നമുക്ക് എപ്പോഴും നല്ല രീതിയിൽ ഫ്രഷായിട്ടിരിക്കും. അതിനകത്ത് നനവോ ഈർപ്പോ ഒന്നും തന്നെ കാണത്തില്ല. അപ്പോൾ ഇതേപോലെ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ പയറൊക്കെ നമ്മൾ ഇതേപോലെ കേടുവരാതെ, അതിനകത്ത് പ്രാണി വണ്ടൊക്കെ കയറാതെ സൂക്ഷിക്കണമെങ്കിലും ഇതേപോലെ 2-3-4 വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. അപ്പോൾ പയർ എത്രമാത്രം ഉണ്ടോ അതിനനുസരിച്ചുള്ള വറ്റൽമുളകിൻ്റെ എണ്ണവും നമുക്ക് കൂട്ടാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ വറ്റൽമുളക് ഇട്ടിട്ട് അടച്ചു വെച്ചാൽ മതി. അതേപോലെ തന്നെ കടല, ഇപ്പോൾ വറ്റൽമുളക് ഇല്ല എങ്കിൽ നമുക്ക് ബേ ലീഫ് ഉണ്ടെങ്കിൽ അത് വേണേൽ ഇട്ട് കൊടുക്കാം. 2-3 ബേ ലീഫ് ഇട്ട് കൊടുത്താൽ മതി. അപ്പം കടലയിൽ പ്രാണിയോ വണ്ടോ ഒന്നും കയറാതെ തന്നെ എപ്പോഴും നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇതേപോലെ കടുക്, അപ്പോൾ കുറച്ച് കടുക് മതി, 1 ടീസ്പൂണോളം കടുക് മതി. നമുക്ക് ബാത്റൂമിലും അതേപോലെ നമുക്ക് എവിടേക്കാണോ ബാഡ് സ്മെല്ലുള്ളത് ആ ഭാഗത്തെല്ലാം നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതേപോലെ വെറുതെ ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് വേണേലും നമുക്ക് കിഴികെട്ടി വെച്ച് കൊടുക്കാം. ചതയ്ക്കുമ്പോൾ അത്രയും ഒരു പവറായിരിക്കും ആ കടുകിന്. അപ്പോൾ ഇതേപോലെ ഒരു കടലാസ് നമ്മൾ ചുറ്റിനും വെച്ച് കൊടുത്തിട്ട് ഇടിക്കുകയാണെങ്കിൽ എന്തിടിച്ചാലും, ഉള്ളി ഇടിച്ചാലും ഒന്നും പുറത്തോട്ട് തെറിച്ച് പോവില്ല. അപ്പോൾ അങ്ങനൊരു ഉപകാരം കൂടെ ഉണ്ട് നമ്മൾ കടലാസ് വെച്ചിടിക്കുകയാണെങ്കിൽ. ഇനി നമുക്ക് ഇതേപോലെ ഒരു തുണി എടുത്തിട്ട് ആ കടുക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കിഴികെട്ടി കൊടുക്കുക. അപ്പോൾ ഇതേപോലെ കിഴികെട്ടിയ കടുക് നമുക്ക് ബാത്റൂമിൽ വെച്ച് കൊടുക്കാം. അപ്പം ബാത്റൂമിലാണെങ്കിൽ നമ്മൾ എപ്പോഴും കയറുമ്പോൾ ഉള്ള ഒരു ബാഡ് സ്മെല്ലുണ്ടല്ലോ, അത് ഒഴിവായി കിട്ടും. നമുക്ക് വെറുതെ ഒന്ന് വെച്ച് കൊടുക്കുകയോ അതല്ല നമുക്ക് ജനലിലോ എല്ലാം ഉണ്ടെങ്കിൽ കിഴികെട്ടി കൊടുക്കുകയോ ചെയ്താൽ മതി. അപ്പം ഇതേപോലെ 2-3 തുണിയിൽ നമുക്ക് കടുകുണ്ടെങ്കിൽ കിഴികെട്ടി കൊടുക്കാം. ഒന്ന് കിച്ചണിൽ വെച്ച് കൊടുക്കാം, അതേപോലെ കബോർഡിൽ വെച്ച് കൊടുക്കാം, സ്റ്റോർ റൂമിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ എവിടെയൊക്കെയാണോ നമുക്ക് ബാഡ് സ്മെല്ല് ഒഴിവാക്കാൻ ആവശ്യമായിട്ടുള്ളത് ആ ഭാഗത്തെല്ലാം ഇതേപോലെ വെച്ച് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ ബാത്റൂമിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം കയറുമ്പോൾ നല്ലൊരു മണമായിരിക്കും. ഇതേപോലെ നമുക്ക് കിച്ചണിൽ നമ്മൾ ഗ്യാസ് അടുപ്പിൻ്റെ തൊട്ടടുത്തായിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കാം. അപ്പം അതേപോലെ കബോർഡിനകത്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ബാഡ് സ്മെല്ലുള്ള സ്ഥലത്തെല്ലാം വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കുന്നു. ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.